കഴിക്കേ, പെട്ടെന്ന് വയറ് നിറച്ച് കഴിക്കണം കേട്ടാ. ആ വാരി വാരി തിന്നു. നീ എന്തോന്ന് കഴിക്കും മക്കളെ. കറി വേണോ? വെള്ളം കുടിക്കേ. കൊള്ളാമോ? നന്നായിട്ടുണ്ടാ? ആ അപ്പൊ വയറ് നിറച്ചപ്പോഴെ കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. സൂപ്പർ. ശരി മക്കൾ പോയി ആ ഫോണിൽ എടുത്തോണ്ട് പോവാ. ഇതങ്ങോട്ട് എടുത്ത് കഴിക്കുക. ഹലോ ഹലോ അമ്മേ. ആ എന്ത്? എന്തായി അവിടെ? ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിൽ പെട്ടെന്നെങ്കിൽ വരേ. വൈകുന്നേരം ആവും എത്താനായിട്ട്. ആ എന്നാലും കഴിച്ചാ? അയ്യോ അവര് കഴിച്ചോണ്ടിരിക്കുന്നത്. ആണോ? ഞങ്ങളെ ചോദിക്കണ്ട. അവർക്ക് ഒരു ബഹളവും ഇല്ല. നല്ല തൃപ്തിയോടുകൂടി തന്നെ കഴിക്ക്. ശരി, ഞാൻ എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. കുഴപ്പമൊന്നുമില്ല. ശരി അമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. നിങ്ങളുടെ അമ്മയാ വിളിച്ചത്. നിങ്ങളെ ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവളെ ഞാൻ നല്ല കുട്ടികളെ കഴിക്കണം. അമ്മ ഇത്തിരി വാഴത്തരും. ഉമ്മ വാഴത്തരുമ്പോ ഭയങ്കര മതിയാ? ഇനി മക്കൾ തട്ടിയടിച്ച് വീഴരുത്. പതുക്കെ. എന്ത് സൂക്ഷിച്ചൊക്കെ വേണ്ടേ ഓരോന്ന് ചെയ്യാനുള്ളത്? ഒരു കഷ്ടമാണെന്ന് പറ. മതിയാ? എന്തും പോയി. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടാ. ഓ ദൈവമേ. സാരമില്ല, എളുപ്പമാവട്ടെ. മതി. വെച്ച് കെട്ട് നല്ലതുപോലെ കെട്ട്. അങ്ങോട്ട് മാറിയിരുന്ന കെട്ട്. നീ ഇങ്ങോട്ടിരി. ഓ മതി. നിങ്ങൾക്കൊക്കെ അതൊക്കെ ഇല്ല. ഇതണ്ട, നീ ഇതങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് കെട്ടിക്കോട്ടെ. എപ്പോഴും മുടി കെട്ടി വെക്കണോന്ന് പറയണം. ആ മുടി കെട്ടി വെച്ചെങ്കിൽ അല്ലേ വളരത്തോളൂ. പറത്ത് കിട്ടിരുന്നാ നോക്കുവോ? ശരി, നല്ല വൃത്തിയായിട്ട് എണ്ണ തേച്ച് ഇങ്ങനെ. നിങ്ങളുടെ തള്ളമാരൊക്കെ ഒന്നും അത് പറഞ്ഞിട്ടില്ല. മതി. അമ്മൂമ്മ പോയിന്ന് കിടക്കട്ടെ. കുരുത്തക്കേട് കാണിക്കാതെ ഇവിടെ ഇരിക്കണം കേട്ടോ. വയ്യ, എനിക്ക് ഗുളിക കഴിച്ചാ ഒന്ന് കിടക്കണം. ഞാൻ ഒന്ന് പോയി കിടന്നോട്ട് മക്കളെ. പിന്നെ വേറെ ആരും ഇല്ല ഇവിടെ. നിങ്ങൾ കളിച്ചോണ്ടിരിക്കും ഇവിടെ. ബോറടിക്കും. അമ്മ ഒരു കഥയൊക്കെ പറഞ്ഞ നമുക്ക് കേട്ടോ. ഗുളിക കഴിച്ചിരിക്കുന്നുണ്ട്. ഉറങ്ങണം മക്കളെ. നിങ്ങൾ കഥ പറഞ്ഞുതരാം. വരി ആ ചീപ്പളി കഥയൊക്കെ പറഞ്ഞുതരാം. കുരുത്തക്കേടൊന്നും കാണിക്കാതിരുന്നാ. ഒരു സ്ഥലത്ത് ഒരു ചെറുക്കനുണ്ടായിരുന്നു. ഒരു കൊച്ചു ചെറുക്കനായിരുന്നു അവൻ. അവനാണെങ്കിൽ ആരുമില്ല. അവൻ ഒറ്റയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവന് കടയിലും തിണ്ണയിലും വീടുമില്ല, കൂടുമില്ല, ആരുമില്ലായിരുന്നു അവന്. അവനങ്ങനെ കടത്തിണ്ണയിലിരിക്കുമ്പോഴൊക്കെ അവനിങ്ങനെ പടം വരപ്പുകാരനായിരുന്നു. നല്ല പടം വരയ്ക്കുമായിരുന്നു. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പടം വരച്ച്. ഞാൻ ഉറങ്ങുമ്പോൾ നിങ്ങളും ഉറങ്ങണം കേട്ടോ. അങ്ങനെ പടം വരച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവൻ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മൂട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നു. കണ്ണുടച്ച് അങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്നു. അപ്പോൾ അവൻ വിചാരിച്ച് ഈ സന്യാസിയെ വരച്ചാൽ കൊള്ളാമെന്ന് വെച്ച് അവൻ ആ സന്യാസിയെ വരയ്ക്കാൻ തുടങ്ങി. അവിടെ ചെന്നിരുന്ന് സന്യാസിയുടെ അടുത്ത് ചെന്നിരുന്ന് എവിടെ ഞാൻ പറഞ്ഞു സന്യാസിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് സന്യാസിയെ നോക്കി സന്യാസി കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സന്യാസിയെ വരച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്ന് സന്യാസി കണ്ണു തുറന്ന് കാണുന്നത് സന്യാസിയുടെ അടുത്ത് സന്യാസിയെ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ സന്യാസിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട.
എന്റെ പൊന്നു കൊച്ചുങ്ങളെ, നിങ്ങളൊന്ന് അടങ്ങി ഒന്ന് കിടന്നുറങ്ങ്. ഈ കഥ പറഞ്ഞോ? അങ്ങനെ സന്യാസി കണ്ണു തുറന്ന് നോക്കിയിട്ട് പറഞ്ഞ്, എടാ നീ ഇനി എന്ത് വരച്ചാലും അതിന് ജീവനുള്ളതുപോലെ തോന്നും, നിനക്കിനി എന്ത് വേണമെങ്കിലും അതുകൊണ്ട് സാധിക്കും തോന്നി. ചെറുക്കനങ്ങ് നല്ല സന്തോഷമായി. അവൻ ഈ വിശക്കുമ്പോഴൊക്കെ അവൻ ചോറ് വരയ്ക്കും, ചപ്പാത്തി വരയ്ക്കും, വെറോട്ട മറ്റേ ഈ സാധനങ്ങളൊക്കെ വരച്ചാണ് അവൻ്റെ വിശപ്പ് അവൻ തീർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ വിശപ്പ് തീർത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരിത് കേൾക്കുന്നു. അന്യ രാജ്യക്കാർ നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വന്ന് യുദ്ധങ്ങളെല്ലാം ഉണ്ടായി. അവസാനം നമ്മുടെ രാജ്യം അങ്ങ് തോറ്റ് പകുതി രാജ്യം വേണമെന്ന് പറഞ്ഞൊക്കെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൻ എന്തോന്നറിയാമോ, ഇവനങ്ങ് ഒരു പ്രസ്താവന ഉണ്ടാക്കി. ഇതെല്ലാം ഇത് പറഞ്ഞു തീർത്തേ. പ്രസ്താവന അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ തീർത്ത് തരാം, എന്നെ കൊണ്ടുപോക്കും ഇതിൻ്റെ ഇതൊക്കെ പരിഹരിക്കാനെന്ന് പറഞ്ഞു. നിനക്ക് അതിനെന്തോ വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്കൊരു കരിക്കട്ട മതിയെന്ന് പറഞ്ഞു. കരിക്കട്ട ഇത് വരയ്ക്കണ്ട. അവൻ അങ്ങനെ കുറേ രാജ്യങ്ങളെ ഇങ്ങനെ അത് വരച്ചിട്ട് അവസാനം അവൻ 5-6 രാക്ഷസന്മാരെ അങ്ങ് വരച്ചു കൊടുത്തു. രാക്ഷസന്മാരെ വരച്ചപ്പോഴത്തേക്ക് എന്തിനാണ് യുദ്ധത്തിന് രാക്ഷസന്മാര് യുദ്ധം ചെയ്ത് അവസാനം നമ്മുടെ രാജ്യമെല്ലാം അഞ്ഞു പിടിച്ചെടുത്ത് നല്ല ഐശ്വര്യമായിട്ട് നല്ല രീതിയിലാണ്. അവൻ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയവനായില്ലേ. ഇനി ഒരു കഥയില്ല കിതയില്ല ഒന്നുമില്ല. എനിക്ക് ആനയില്ല കുതിരയില്ല ഒന്നുമില്ല. ദണ്ട മര്യാദ കണ്ടെങ്കിൽ ഞാൻ നല്ല അടി തരും കേട്ടോ. ഇത്രേ ഉള്ളു. അവൻ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ഇത്ര തന്നെ കാര്യം. എനിക്കിനി വയ്യ. നിങ്ങൾ രണ്ടും കൂടെ അവിടെ കിടന്ന് അങ്ങോട്ട് കഥ പറഞ്ഞ് നിങ്ങൾ രണ്ടുകൂടെ പറയും. ഞാൻ 5 മിനിറ്റ് ഒന്നും ഇവിടെ നിൽക്കുന്നു മയങ്ങിക്കോ. എൻ്റെ പൊന്നെ പറയും നിങ്ങൾ തന്നെ പറയും. എൻ്റെ ദേഹത്ത് തട്ടരുതേ, ഇങ്ങോട്ടൊന്നും തള്ളി വരരുതേ. ഇവിടെ എവിടെയെങ്കിലും കിലുങ്ങുന്ന വള്ളിയുണ്ടോ? കിട്ടിയോ? തോറ്റോ? പറയട്ടെ. ഇനി അടുത്ത നിന്റെ ചാൻസ്. ഞാൻ ജയിച്ചു, എനിക്കൊരു പോയിന്റ്. അടുത്ത ഇവിടെ ഒരു പുലിയുണ്ടോ? പുലിയോ? വെയിറ്റ്, നേരെ കേടാ ഞാൻ നോക്കാം. പിള്ളേരെന്നെ കൊല്ലുമല്ലേ ദൈവമേ. പറ്റില്ല ഇറങ്ങി അങ്ങോട്ട് ദൂരെ എങ്ങാണ്ട് പോയി കളിച്ചോടെ പൊക്കോ. ദൈവമേ 5 മിനിറ്റ് കിടക്കാൻ സമ്മതിക്കത്തുമില്ല. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങാതെ പിന്നെ എങ്ങനെയാ ഇനി പോകണം. എൻ്റെ അമ്മ അയ്യോ ഷോ എന്തൊരു ശല്യം. അമ്മേ